നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഇനി നീ ആരാ എന്റെ ജീവിതത്തില്? അധികാര അവകാശം പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നോണ്ടല്ലോ. നോക്ക്, കൂടുതൽ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രമിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാലേ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ കാര്യങ്ങള് പ്രിയങ്ക വിചാരിക്കുന്നിടത്ത് നിൽക്കും. ഇനി വാ തുറന്ന് നിന്നെ ഞാൻ ചവിട്ടി വെളിയിടും. എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. അതിനമ്മയ്ക്ക് സമ്മതം ഇല്ലെങ്കിൽ പൂജാമുറിയിലെ കൃഷ്ണന്റെ മുൻപില് ഞാൻ തലയടിച്ചു മരിക്കും. ഞാൻ സത്യം അമ്മ പറയുന്നത്. അമ്മയും അച്ഛനും കൂടി ദാനം തന്ന ഈ ജീവിതം അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ. അമ്മ, എനിക്ക് മരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഒരുപാട് സ്വപ്നങ്ങളൊന്നും കൂട്ടി വെച്ചിട്ടുമില്ല. അമ്മ എന്നെ നിഷേധിച്ചാ പിന്നെ എനിക്ക് എന്തിനാ ഈ ജീവൻ? ഇപ്പൊ തന്നെ ഞാനിത് തീർത്തരാം. മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ വരാം. ഇവളുടെ കൂടെ നിന്നെ അയക്കാൻ എനിക്ക് വിശ്വാസമില്ല. ദേവനെ വിളിക്കാം. ഞാൻ ഇവളുടെ കൂടെ പൊയ്ക്കോളാം. മറ്റാരും വേണ്ട. എന്തു മറിമായം! ഇവളുമാരൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത്? എല്ലാത്തിന്റെ തല തിരിഞ്ഞെന്നാ തോന്നുന്നത്. പ്രഷർ വേരിയേഷൻ ആണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇല്ല ഡോക്ടർ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? വളരെ വേണ്ടപ്പെട്ട ആരുടെങ്കിലും മരണമോ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമോ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? സ്ത്രീകൾക്കൊരു കുഴപ്പമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ കൂട്ടിവെക്കും. പിന്നെ ചിന്തകൾ കൊണ്ട് അതിനെ പെരുപ്പിക്കും. ഫലം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനെ ഇല്ലാതാക്കും. സത്യത്തിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ കാര്യം പരിഹരിക്കുകയാണ്. ഇത് മോള, അമ്മയുടെ ഭക്ഷണശീലങ്ങളൊക്കെ എങ്ങനെയാ? കുറച്ച് കഴിക്കും, പക്ഷെ സമയത്ത് കഴിക്കും. ഉറക്കം? ചെറിയൊരു ടെൻഷൻ ഉണ്ടായാൽ പോലും അമ്മ ഉറങ്ങാൻ താമസിക്കും. ഓക്കെ, തൽക്കാലം ഞാനൊരു 1 വീക്കിന് മരുന്ന് തരാം. അത് കഴിക്കാം. ഒപ്പം മനസ്സിലുള്ള ടെൻഷൻ എന്താണോ അത് കുടുംബാംഗങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥന പോലുള്ള മെഡിറ്റേഷനിലൂടെ പരിഹരിക്കുക. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടും ഈ കണ്ടീഷനിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണുക. സിസ്റ്റർ, അമ്മ, എന്താ അമ്മയുടെ ടെൻഷൻ? ഞാനാണോ? അമ്മയ്ക്ക് ഇത്രയും മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായത്? അതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. പെട്ടെന്ന് പോവാൻ നോക്കാം.
മിണ്ടാത്തത്? എല്ലാവരും കൂടി നമ്മളെ കറങ്ങാൻ വിട്ടതാ. കൊല്ലാൻ വിട്ടതാണെന്ന് പറയുന്നതാവും എളുപ്പം. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് അങ്ങനെ തന്നെയാ. നമ്മൾ തമ്മിൽ മാന്യമായ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഞാനത് തെറ്റിച്ചിട്ടില്ല. പിന്നെന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഉം. അതോ മനസ്സിൽ മറ്റവളുള്ളതുകൊണ്ടാണോ? അവളോട് സ്നേഹക്കൂടുതൽ കാണിക്കാൻ വേണ്ടി എന്നോട് ശത്രുത കാണിക്കണമല്ലോ. ഒന്നും മിണ്ടായിരിക്കാവോ? അതെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നരകത്തിലേക്ക്. ദേഷ്യം വരുമ്പോ വരുണിനെ കാണാൻ നല്ല രസമാ. എന്നെങ്കിലും ഒരിക്കൽ വരുണിന്റെ മനസ്സ് കീഴടക്കിയ ആളെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ചെന്ന് കാണുകയും ചെയ്യും. അപ്പോഴേ എന്റെ മനസ്സിലെ സംശയം ശരിക്കും തീരും. എന്ത് സംശയിക്കണം നിനക്ക്? അല്ല, എന്റെ ജീവിതത്തെ കുറിച്ച് നീ സംശയിക്കേണ്ട കാര്യം എന്താ? വെറുതെ എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ താലി കിട്ടിയ പെണ്ണാ ഞാൻ. താലി കിട്ടിയ നിന്നെയാ? വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഇനി നീ ആരാ എന്റെ ജീവിതത്തില്? അധികാര അവകാശം പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നോണ്ടല്ലോ. നോക്ക്, കൂടുതൽ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രമിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാലേ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ കാര്യങ്ങള് പ്രിയങ്ക വിചാരിക്കുന്നിടത്ത് നിൽക്കും. ഇനി വാ തുറന്ന് നിന്നെ ഞാൻ ചവിട്ടി വെളിയിടും. എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. എങ്ങോട്ടേ പോകുന്നേ? നിർത്താൻ പറഞ്ഞില്ലേ? വണ്ടി നിർത്താൻ. വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.